24 ബ്രേക്കിംഗ് വാർത്തയാണിത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളും പരസ്യ പ്രസ്താവനകളും KPCC നേതൃത്വം വിലക്കിയെങ്കിലും നീക്കങ്ങൾ സജീവമാക്കി നേതാക്കൾ. മുസ്ലിം ലീഗ് പിന്തുണ VD സതീശന് എന്ന റിപ്പോർട്ടുകൾക്കിടെ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് നീക്കം. മുഖ്യമന്ത്രി ചർച്ചകളിൽ മാധ്യമങ്ങളെ പഴിച്ചാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട പത്രത്തിൽ ഫീച്ചർ പ്രസിദ്ധീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞാൻ കണ്ടില്ല. കോൺഗ്രസിന് മുഖ്യമന്ത്രി എന്ന മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വലിയ ആത്മവിശ്വാസത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നേതാക്കളുടെ PR വർക്ക് പരിധി വിടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകളിൽ K മുരളീധരന്റെ പ്രതികരണം. അല്ല, അതെന്താ അറിയോ, ചിലപ്പോൾ ഈ ഒഴിവ് കാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല, ഉറപ്പാണ്. അത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. ഒരാഴ്ച കാത്തിരിക്കും. അടുത്ത ആഴ്ച ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയാം. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കോൺഗ്രസിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്നു വന്ന മുഖ്യമന്ത്രി ചർച്ചയെ തള്ളിക്കൊണ്ട് ലീഗ് രംഗത്ത് വന്നത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ലീഗ് യോഗത്തിൽ ഇത് ചർച്ചയാവുകയും അവർ VD സതീശന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അത് ഏത് സാഹചര്യത്തിലാണ്? അതിൽ കോൺഗ്രസിൽ അമർഷമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിലേക്ക് ലീഗ് കടക്കുന്നതെന്ന ചോദ്യം ഉയരുന്നു. UDF അധികാരത്തിലെത്തിയാൽ ലീഗ് ആകുമോ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന സംശയം അതിപ്പോൾ ബലപ്പെടുകയാണ് എന്ന വിമർശനം ഉയരുന്നു. ആ ഘട്ടത്തിൽ എന്താണ് കോൺഗ്രസിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്? അനുജ, അമൽ, ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ സജീവമായിട്ടുള്ള കരുനീക്കങ്ങൾ നടന്നു വരികയായിരുന്നു. എന്നാൽ ഈ ചർച്ചയ്ക്കിടെയുണ്ടായ ഒരു പ്രധാന വഴിത്തിരിവാണ് ശനിയാഴ്ച കോഴിക്കോട് നടന്ന ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ. ഈ ചർച്ചകളിൽ ഉടനീളം പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായൊരു നിലപാടാണ് ലീഗ് നേതാക്കൾ സ്വീകരിച്ചത്. അങ്ങനെ ലീഗിൻ്റെ പിന്തുണ VD സതീശനാണ് എന്ന തരത്തിലുള്ള വാർത്തകളും മാധ്യമങ്ങൾ വന്നു. ഇതോടെയാണ് കോൺഗ്രസിനകത്തെ ചർച്ചകൾ ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അമർഷം പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് വളരുന്നത്. അതായത് കോൺഗ്രസിൻ്റെ നിയമസഭാ നേതാവ് ആരാണ്, അദ്ദേഹം സ്വാഭാവികമായി മുഖ്യമന്ത്രിയായി വരുന്നത് എങ്ങനെയാണ് എന്നതൊക്കെ അറിയാത്തവരല്ല ലീഗ്. എന്നാൽ അത്തരത്തിൽ ലീഗിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ, ലീഗ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്കും നിർദ്ദേശത്തിലേക്കും വരുന്നത് ഒട്ടും ഉചിതമല്ല, മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന തരത്തിലുള്ള വിമർശനവും കുറ്റപ്പെടുത്തലുമാണ് കോൺഗ്രസ് നേതാക്കൾ ഒരു വിഭാഗം പ്രകടിപ്പിക്കുന്നത്. അതാണിപ്പോൾ കോൺഗ്രസിലെ ചർച്ചകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവ വികാസമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം. ലീഗ് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും UDF അധികാരത്തിൽ വന്നാൽ തീരുമാനമെടുക്കുന്ന സംവിധാനമായി മാറുകയും ചെയ്യുന്നു എന്നത് BJPയുടെയും CPMൻ്റെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാനപ്പെട്ട ആഖ്യാനങ്ങളിൽ നറേറ്റീവുകൾ ഒന്നായിരുന്നു. ആ നറേറ്റീവിനെ ശരിവെക്കുന്ന തരത്തിലേക്ക് ലീഗിൻ്റെ ചർച്ചകൾ മാറി. അതൊട്ടും ഉചിതമായില്ല എന്ന വികാരം കോൺഗ്രസിനകത്തുണ്ട്. അത് മുഖ്യമന്ത്രിയായി കോൺഗ്രസിലെ ഏത് നേതാവ് വന്നാലും തീർത്തും അനുചിതമായ ഒരു ഇടപെടലായിപ്പോയി എന്നുള്ള വികാരമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ലീഗുമായി ഏറ്റവും ദൃഢമായി ബന്ധമുണ്ടാവേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം UDFന് സഹായകരമായിരുന്നു. അതുകൊണ്ട് ഒരു പരസ്യ തർക്കത്തിലേക്ക് പോകുന്നില്ലെങ്കിലും ലീഗിൻ്റെ ഈ നിലപാടിൽ കോൺഗ്രസിനകത്ത് അമർഷമുണ്ട്, അതൃപ്തിയുണ്ട്. അതാണിപ്പോൾ പുറത്തു വരുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.